ഇന്ന് ഞങ്ങൾക്കും പറയാനുള്ള ടീം എത്തിയിരിക്കുന്നത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടിങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു 5 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് സത്യത്തിൽ ഒരു കാർഷിക മേഖലയാണ് ഈ പഞ്ചായത്ത്. ഈ കാർഷിക മേഖലയിൽ ഇപ്പോഴും നിരവധി ഏക്കർ കണക്കിന് സ്ഥലം തരിശായി എടുക്കുകയാണ്. ഇവിടെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു സത്യം. പഞ്ചായത്ത് ഭരണകൂടം ഭരിക്കുമ്പോൾ കർഷകർക്ക് വേണ്ടി കാര്യമായി ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാർഷിക മേഖലയിൽ. പിന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലായാലും തന്നെ നമുക്ക് 1973 സ്ഥാപിച്ച പൊടിക്കൽ ഗോവിന്ദൻകുട്ടി നായർ മെമ്മോറിയൽ, അവിടെ അത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി എന്നല്ലാതെ അവിടെ വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ഒരു 200-210 രോഗികൾ വരുന്ന ഒരു സ്ഥലമാണ് ഡെയിലി. പക്ഷേ അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. 5 വർഷമല്ല 10-30 വർഷക്കാലം ഇവിടെ തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത്. ഇടതുപക്ഷത്തിൻ്റെയാണ്. പക്ഷേ അതിൽ ജനങ്ങൾക്ക് ഭയങ്കര അമർഷമുണ്ട്. കാരണം കാർഷിക മേഖലയിലും ഒന്നും പരാജയം, ആരോഗ്യ മേഖലയിൽ നമുക്കറിയാലോ ഇന്ന് ദൈനംദിനമായിട്ട് പകർച്ചവ്യാധികളും ഒക്കെ വരുന്ന സംവിധാനത്തിൽ കൊതുക് ശല്യം, അത് വെള്ളക്കെട്ട്, ഇതൊക്കെ ഒട്ടനവധി പല സ്ഥലങ്ങളും കെട്ടിക്കിടക്കുകയാണ്. ആ കൂടി ചെയ്തു എന്ന് പറയാനുള്ളത് റോഡ് ടാർ ചെയ്തു എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. കുടിവെള്ളക്ഷാമത്തിന് നേരിടുന്ന പ്രദേശമല്ലേ? കുടിവെള്ളക്ഷാമം ഉള്ള പ്രദേശമാണ്. ഒരു പഞ്ചായത്തിന് അവകാശപ്പെടാൻ പറ്റാത്ത 2 നദികൾ ഈ ഗ്രാമപഞ്ചായത്തിൽ കൂടി ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ ഇപ്പോഴും ഉപയോഗപ്പെടുത്താനായിട്ട് ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കലാഗ്രാമമാണ്. ആ ഒരു കലാഗ്രാമമായിട്ട് പോലും ഇപ്പോൾ 65 വർഷമായിട്ട് ഇവിടെ ഓണാഘോഷം നടത്തുന്നതാണ്. നാട്ടുകാരാണ് നടത്തുന്നത്, പഞ്ചായത്തിൻ്റെ പേരിലാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ കമ്മിറ്റിയാണ് നടത്തുന്നത്. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് ഓടാനോ ചാടാനോ ഇവിടുത്തെ യുവാക്കൾക്ക് സ്പോർട്സ് ഐറ്റംസ് മറ്റുള്ള പഞ്ചായത്തിനെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടാണ് ഇന്നും നിലനിൽക്കുന്നത്. മൈതാനങ്ങളില്ലാന്നാണോ? നിലവിലൊരു മൈതാനമുണ്ട്. വർഷങ്ങളോളമായിട്ട് അവിടെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്നുണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ ആ മൈതാനത്തെ തയ്യാറാക്കാനായിട്ട് ഈ വല്ലച്ചിറ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് അവിടെ പോയി കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്നും യുവാക്കൾ ഓടാനും ചാടാനും സ്പോർട്സ് ഐറ്റം എന്ത് ചെയ്യാനും മറ്റുള്ള പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് ഇന്നും വല്ലച്ചിറയിൽ നിലനിൽക്കുന്നു. അപ്പോൾ യുവാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സാംസ്കാരിക നിലയം ഇവിടെ ഇല്ല. ഇത്രയും ഒരു സാംസ്കാരിക സമ്പന്നമായ ഒരു വല്ലച്ചിറയിൽ സാംസ്കാരിക നിലയം ഇല്ല. അതായത് സംഗീതം പഠിക്കാനോ അല്ലെങ്കിൽ ക്ഷേത്ര കലാഗ്രാമമായിട്ട് പോലും അത് പഞ്ചായത്ത് ഭരണത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനം ബോധവാന്മാരാണ് ഇന്ന് പൊതുജനങ്ങൾ കൂടുതലും. കാരണം സോഷ്യൽ മീഡിയയുടെയും എല്ലാവരുടെയും ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ജനം ഒരു വിധി എഴുതും. 100% ജനം ആഗ്രഹിക്കുന്ന ഒരു വിധി ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇലക്ഷൻ്റെ കാര്യം എന്നല്ല, ഞങ്ങൾ ഇവിടെ വല്ലച്ചിറ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ 64 വർഷം, 64 ശരിക്കും 64 വർഷമായിട്ടുണ്ട്. 2 വർഷമായിട്ട് കൊറോണയും പ്രളയമായിട്ടും മുടങ്ങി. അപ്പോൾ 62 കഴിഞ്ഞിപ്പോൾ ഇത് വരുന്നത് 63-ാമത്തെയാണ്. ഇത്രയും വർഷമായിട്ട് ലോകത്തിൽ സ്ഥലത്തില്ലാത്ത ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. 2 മാസത്തെ ആഘോഷമാണ് നടക്കുന്നത്. ഇവിടെ ഓടാനും ചാടാനും ഒരു ഗ്രൗണ്ട് പോലും ഇല്ല. ഇത്രയും കലാപരമായ ഒരു നാടായിട്ട് അതിന് ഈ പഞ്ചായത്തിന് പറ്റിയ ഏറ്റവും വലിയ അബ്ദാണ്. അവിടെ ചാടാനും ഓടാനും ചെയ്യുന്നതിനും മുന്നേ അവർ അവിടെ ആകെ മുന്നിൽ ചെയ്തത് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി വെച്ചാൽ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടായിട്ടോണ്ടായി ഇരിക്കാനായിട്ട് ആദ്യം തന്നെ. ആദ്യം ഞാൻ അതല്ല ചെയ്തവർ. അത് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്. കിട്ടിയിട്ടില്ല. അതായത് ഇവിടെ ഓടാനും ചാടുന്നു വേറെ വല്ല പഞ്ചായത്തിൽ പോയി ചെയ്യുന്നത്. ചാട്ടം നടക്കുന്നത് തൈക്കാടിശ്ശേരിയും താലൂര് ഗ്രൗണ്ടിലേക്ക് കൊണ്ട് നടക്കണം. അത് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമല്ലേ? ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഈ 2 മാസമായിട്ട് നടക്കുന്ന പരിപാടികളാണ്. അതിന് ഒരു വേദിയിലാന്ന് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണല്ലോ. അത് എനിക്ക് പറയാനുള്ളത് അത് ആദ്യം തന്നെ ശരിയാക്കണം. അടുത്ത വർഷമെങ്കിലും ഓടാനും ചാടാനും വല്ലച്ചിറ ഗ്രാമത്തിൽ പറ്റാന്നുള്ള സ്ഥിതി വിശേഷം ഇവിടെ ഉണ്ടാക്കണം. ഏത് ഭരണസമിതി ആയാലും എനിക്കതാണ് പറയാനുള്ളത്. ഞങ്ങളെപ്പോലെ വണ്ടി കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. റോഡ് എല്ലായിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. വികസനം ഉണ്ട് ഇല്ല എന്ന് പറയില്ല. ഞങ്ങളെപ്പോലെ വണ്ടിക്കാർക്ക് മെയിനായിട്ട് ഞങ്ങൾക്ക് റോഡാണ്. അല്ലാണ്ട് വേറെ മെയിനായിട്ട് അതല്ല, വേറെ സാധനങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് വേണ്ടത്. റോഡിന് ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ സംബന്ധിച്ച് എൻ്റെ 3-ാം വാർഡാണ്. 3-ാം വാർഡിൽ ഒരു വഴിക്ക് പോകാൻ പറ്റില്ല. കംപ്ലീറ്റ് കുണ്ടും കുഴി പറഞ്ഞു കിടക്കുക വഴി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നമുക്കറിയാൻ പറ്റും ഒരു കലാഗ്രാമമാണ്. അതിനേക്കാൾ ഉപരി കാർഷിക മേഖലയെല്ലാം. പക്ഷേ കലാകാരന്മാർക്ക് വേണ്ട ഒരു പ്രാധാന്യമൊന്നും ഇവിടെ
പഞ്ചായത്ത് തലത്തിലൊന്നും കിട്ടാറില്ല എന്ന് പറയണോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? കുറേ ഇത് പറയുന്നത് അങ്ങനെ ഉണ്ട്. ചില കാര്യങ്ങളുണ്ട് അവർ അങ്ങനെ കൂടുതൽ കൊടുക്കണില്ല. കേരളോത്സവം ഒന്നും അത്ര പ്രാധാന്യം കേരളത്തിനൊന്നും അത്ര പ്രാധാന്യമില്ല. ഇവിടുത്തെ 64 വർഷമായിട്ട് ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ട്. അതിൽ 54 വർഷം പങ്കെടുത്ത ഒരാളാണ്. നല്ലൊരു മൈതാനം പോലും ഇല്ല എന്നുള്ള അഭിപ്രായമാണ്. ഗ്രൗണ്ടും ഇല്ല, ഒന്നുമില്ല. തലൊരു സ്കൂളിൽ പോയിട്ടാണ് ഇവിടുത്തെ ഓട്ടം ചാട്ടം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്. ഇവിടെ പറ്റാണ്ടല്ല, അങ്ങനെ ഒരു സമയത്ത് ഇവിടെ ഗ്രൗണ്ടിൻ്റെ സ്ഥലമൊക്കെ മേടിച്ചിട്ടു. അവരത് ഇവിടുത്തെ ഭരണാധികാരികൾ ശരിക്കുള്ള അതിന് മുൻകൈ എടുത്ത് ചെയ്യാത്തതിൻ്റെ ഒരു ഇവിടുത്തെ നാട്ടുകാർ നടത്തുന്ന ഓണാഘോഷം പേരും പ്രശസ്തിയും കൊണ്ടുപോകുന്നത് പഞ്ചായത്തുകാരാണ്. പഞ്ചായത്ത് അതിനെ നാട്ടുകാർ പിരിച്ച് അതിൽ ചിലപ്പോൾ രാഷ്ട്രീയക്കാർ ഈ മെമ്പർമാരൊക്കെ കുറേശ്ശെ പിരിക്കാൻ വരും. ഇപ്പോഴത്തെ ഈ പ്രാവശ്യം വന്നിട്ടില്ല, ഇലക്ഷനൊക്കെ ഉള്ള കാര്യം കൊണ്ട് വന്നിട്ടില്ല. അത് അവർ ഇപ്പോൾ ഇലക്ഷന് പിരിക്കാൻ പോകണം, അപ്പോൾ ഇതിന് കാശ് കിട്ടില്ല. അതിൻ്റെ ഒരു ഇതാണ്. കഴിഞ്ഞൊരു 5 വർഷം എടുത്ത് നോക്കിയാൽ, കഴിഞ്ഞൊരു 5 വർഷം മാത്രം എടുത്ത് നോക്കിയാൽ എങ്ങനെയുണ്ട് വല്ലച്ചിറ? 5 വർഷം എടുത്ത് നോക്കിയാൽ ഒട്ട ഭരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിലൊരു സംശയമില്ല. ഒരു മാറ്റം വേണം ഇവിടെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ BJP വരുന്നതാണ് എൻ്റെ ആഗ്രഹം. ഒരു മാറ്റം വേണം. ഉറപ്പായിട്ടും വേണം മാറ്റം. എന്നാലും നാട് തന്നോളും. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ശബരിമല കേസ്, അതേമാതിരി ഒരുപാട് കേസുകൾ ഇടതുപക്ഷം ചെയ്തുള്ള അക്രമങ്ങൾ. അതുകൊണ്ട് നമ്മളൊരു മാറ്റത്തിന് BJP വരണമെന്നാണ് ആഗ്രഹം. എന്തായാലും വല്ലച്ചിറയെ കുറിച്ച് നമ്മൾ ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇത് ഏറ്റവും വലിയൊരു അഭിപ്രായമാണ്. വല്ലച്ചിറ, ഞാൻ അധ്യായത്തിൻ്റെയൊക്കെ തുടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. വല്ലച്ചിറ എന്ന് പറയുന്നത് കലാഗ്രാമമാണ്. നിരവധി കലാകാരന്മാർക്ക് ജന്മം കൊടുത്ത സ്ഥലമാണ്. ശ്രീനന്ദനെ പോലെയുള്ള അനുഗ്രഹീതരായ കലാകാരന്മാരൊക്കെ ഈ നാടിൻ്റെ സ്വത്താണ്. പക്ഷേ യഥാർത്ഥത്തിൽ കലാരംഗത്തും കായിക രംഗത്തും പഞ്ചായത്ത് തലത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു സഹായങ്ങളൊന്നും നൽകുന്നില്ല എന്ന് തന്നെയാണ് പൊതുജനം പറഞ്ഞത്. നല്ലൊരു മൈതാനത്തിനുള്ള ക്രമീകരണങ്ങൾ പോലും ഇന്ന് വരെയും നടത്തിയിട്ടില്ല എന്നും പറയുന്നു. ഓരോ ഓണക്കാലങ്ങൾ വരുമ്പോൾ നാട്ടിലുള്ള അതിയായ ആവേശത്തോടു കൂടി നാട്ടുകാർ ഒരുമിച്ച് ഓണാഘോഷങ്ങൾ ഗംഭീരമാക്കുമ്പോൾ അവിടെയുള്ള സ്വീകരണ കസേരയിൽ വന്നിരുന്ന് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ആ വാക്കാണല്ലോ കറക്റ്റ്. അതെ, അതിലൊരു മാറ്റമില്ല, അത് തന്നെയാണ് കറക്റ്റ്. അപ്പോൾ ഞാൻ ആ ഒരു ഉറപ്പോടുകൂടി തന്നെ തുടരുകയാണ്. അത്തരം സ്വീകരണ കസേരകളിൽ വന്നിരുന്ന് ഹർഷാരവങ്ങൾ കേട്ട് വീശി കാണിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പോയിട്ടുള്ളൂ. അതല്ല വേണ്ടത്. മറിച്ച് വല്ലച്ചിറയുടെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് വല്ലച്ചിറയിൽ ഇനിയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന ഒരു ആഹ്വാനവും ഇവിടുന്ന് ഉയരുന്നുണ്ട്. എന്തായാലും നാളെ മറ്റൊരു ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്കും പറയാനുണ്ട് ടീം എത്തുന്നതാണ്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.